ഹായ് ഹലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു കുമ്പിളപ്പമാണ്. എന്നുവെച്ചാൽ വഴണയില വെച്ച് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. വഴണയിലക്കകത്ത് ഗോതമ്പ് പൊടി ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടി കുറച്ച് വഴണയില എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഏലക്ക, കുറച്ച് ശർക്കര എടുത്ത് വെള്ളത്തിലിട്ട് തിളച്ച് ഉരുക്കിയെടുക്കാം. അതിന് ശർക്കര തിളച്ചുകൊണ്ടിരിക്കുന്നു. ശർക്കര വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇത് ചെറിയ തണുക്കട്ടെ, ചൂടോടിരിക്കുക. നമ്മൾ ഇതിനകത്ത് ഒരു പഴം ഇട്ടിട്ടുണ്ട്. ഒരു പഴം ചേർക്കുന്നത്. ഇനി എവിടെ ചേർക്കാം. ഇതിനകത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് നല്ലോണം ഇടാം. ഈ ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ മാവെല്ലാം കുഴച്ച് വെച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇലക്കകത്തോട്ട് വെച്ചാൽ മതി. വഴയിലക്കകത്ത് വയ്ക്കാം. ഞാൻ ഗോതമ്പൊടി കൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. അരിപ്പൊടി കൊണ്ട് എല്ലാവരും അരിപ്പൊടിയും വേറെ പൊടിയൊക്കെ വെച്ച് ചെയ്യും. പക്ഷെ ഞാനിത് ഗോതമ്പൊടി മാത്രമേ ചെയ്യുന്നത്. ഇല നമ്മൾ ഇങ്ങനെ കൂട്ടി വെച്ചു. ഇങ്ങനെ ആക്കി വെച്ചു. ഇതിനകത്തോട്ട് വാരി വയ്ക്കാം. ഇതിനകത്തോട്ട് വാരി വയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ മടക്കണം. അങ്ങനെ നമ്മളെല്ലാം മടക്കി റെഡിയാക്കി വെച്ച് ഇഡ്ഡലി പാത്രത്തിൻ്റെ മുകളിലൊരു തട്ടിനകത്താണ് ഇത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് ഇഡ്ഡലി പാത്രത്തിലോട്ടാക്കി വയ്ക്കാം. അടപ്പേ വെച്ചൊന്ന് വേവിച്ചെടുക്കാം നമുക്ക്. ഇതൊന്ന് അടപ്പിലോട്ട് വെച്ച് വേവിക്കാം. എല്ലാം ഇഡ്ഡലി പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അടുപ്പിലെല്ലാം വെച്ചു. ഇതൊരു അരമണിക്കൂർ ഇരിക്കട്ടെ, വേവട്ടെ. നമ്മുടെ വയണയിൽ വെച്ച് തിരളിയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ടാക്കി വയ്ക്കാം. അങ്ങനെ നമ്മൾ പ്ലേറ്റിലോട്ടൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ്. ഇതൊരു നാടൻ പലഹാരമാണ്. ഇത് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. വീട്ടിലുള്ള ചേരുവകൾ കൊണ്ടാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. വേറൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. ഇതൊക്കെ നാടൻ പലഹാരമാണ്. ഇതൊക്കെ അസുഖങ്ങളൊന്നും വരത്തില്ല. ഇതൊക്കെ കഴിച്ചാൽ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. വയണയിലേക്ക് നമ്മൾ നല്ല ടേസ്റ്റ് അല്ലേ വയണയില. ഇതെല്ലാ വീടുകളിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അരിപ്പൊടി ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി വെച്ച് ഞാൻ ചെയ്തതാണ്. ഗോതമ്പ് പൊടി വെച്ച് ചെയ്താൽ മതി. നല്ല ടേസ്റ്റാണ്.
വലിയ ചിലവൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. എല്ലാവരും വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കുക. അവരവർക്ക് ഇഷ്ടമനുസരിച്ച് അരിപ്പൊടി വെച്ചാലും നല്ലതാണ്. അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും എല്ലാം എന്ത് വെച്ചാലും അത് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇത് ഗോതമ്പ് പൊടി വെച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് അവരവർക്ക് ഇഷ്ടമനുസരിച്ച് ഏത് പൊടി വെച്ച് വേണമെങ്കിലും തയ്യാറാക്കി കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വയണയിലപ്പം എന്നും പറയും, കുമ്പിളപ്പം എന്ന് പറയും. പലയിടത്ത് പല രീതിയിലാണ് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കാനൊന്നും പാടില്ല. ഇതേപോലെ മടക്കി വെച്ച് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള ചേരുവൊക്കെ മതി. അല്ലാതെ എണ്ണയൊന്നും കലക്കുന്നില്ല. എണ്ണയൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. നെയ്യോ എണ്ണയോ ഒന്നും ഇത് ചേർക്കുന്നില്ല. അല്ലാതെ നമ്മൾ മധുരവും തേങ്ങയും ഒക്കെ വെച്ചുള്ള കുറച്ച് പഴവും കൂടെ ചേർക്കാം. പിന്നെ ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്ക. മറ്റൊരു വീഡിയോയിൽ നാളെ വരാം.